ഗ്രാഫിക്സ് ഒന്ന് കാണിക്കാം. 106-73-10 എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സേതു, അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഈ അങ്ങേയറ്റത്ത് കാണുന്ന ഇടത്തേയറ്റത്ത് കാണുന്ന 10 എന്നുള്ളത് പെട്ടെന്ന് കൂടിയതാണ്. 4 ആയിരുന്നു അത് വീണ്ടും 10 ആയി. ആദ്യം തുടക്കത്തിൽ ഒരു 7 വരെയൊക്കെ പോയി, പിന്നീട് അത് നന്നേ കുറഞ്ഞു. ഇപ്പോൾ EVM എണ്ണി ഇത്രയൊക്കെ എത്തുമ്പോഴത്തേനും 10ലേക്ക് എത്തുന്നു. അതിൽ ജൻസുരാജ് പാർട്ടിയുടെ മുന്നേറ്റമുണ്ട്, ഒവൈസിയുടെ പാർട്ടിയുടെ മുന്നേറ്റമുണ്ടല്ലേ? അതെ, ഉറപ്പായി. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നത് ഈ 74 എന്നുള്ളതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം 74 ഉണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് അത്രയും വലിയ, അതായത് 107 സീറ്റുകളായി അത് ഉയർന്നിരിക്കുന്നു. അപ്പോഴും 74 നിൽക്കുകയാണ്. എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നത് തകർന്നടിഞ്ഞു പോകും മഹാസഖ്യം എന്ന് പറഞ്ഞിടത്താണ് 74 സീറ്റുകൾ അവിടെ പിടിച്ചിരിക്കുന്നത്. ആദ്യ റൗണ്ട് പോലും എണ്ണിക്കഴിഞ്ഞിട്ടുണ്ടാകില്ല EVMകളുടെ. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോഴും മഹാസഖ്യത്തിന് അനുകൂലമായിട്ടുള്ള സീമാഞ്ചൽ അടക്കമുള്ള മേഖലകളിലേക്ക് പോകുമ്പോഴും ഈ നമ്പർ മാറും, ഉറപ്പായിട്ടും മാറും. ഇനി സമയമുണ്ടല്ലോ, ഒത്തിരി സമയമുണ്ടല്ലോ. ഉറപ്പായും അല്ലെ ലിജോ, അങ്ങനെ തന്നെയല്ലേ? ഒരു റൗണ്ടല്ലേ കഴിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ. നമ്പർ മാറും, എന്താണ് പിന്നെ നമ്പർ എന്താണെങ്കിലും മാറും. നമ്പർ മാറുന്നത് NDAയുടെ കോളത്തിലാണോ മഹാസഖ്യത്തിന്റെ കോളത്തിലാണോ എന്നുള്ളൊരു പ്രശ്നം. എന്തായാലും ഇപ്പോൾ NDAയുടെ കോളത്തിലാണ് വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 107 മഹാസഖ്യം 75, ഒരു സീറ്റ് കൂടി മഹാസഖ്യം ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. 75, അതേഴ്സ് 10 സീറ്റുകളിലുണ്ട്. എന്തായാലും ഈ മഹാസഖ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഹാസഖ്യത്തിന്റെ ക്യാമ്പിൽ RJDയുടെ ഒരു തേരോട്ടമാണ്. അതോടൊപ്പം തന്നെ ഇടതു പാർട്ടികളും വലിയ രീതിയിലുള്ള സംഭാവന മഹാസഖ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. 75 സീറ്റുകളിൽ മഹാസഖ്യം ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. 113 സീറ്റുകളിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ കാര്യങ്ങൾ മാറുന്നു. 113 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. വലിയ തരത്തിൽ ഒരു തേരോട്ടം, ഇന്ത്യയുടെ തേരോട്ടം ഇപ്പോൾ ഈ ആദ്യഘട്ട ഫലസൂചന വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 75 സീറ്റുകളിലാണ് മഹാസഖ്യം. ഏതാണ്ട് 30 സീറ്റുകൾക്ക് മുകളിലേക്ക് 38 സീറ്റുകളിലോളം വ്യത്യാസമാണ് ഇപ്പോൾ തന്നെ മഹാസഖ്യവുമായി വരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 10 സീറ്റുകളിൽ അതേഴ്സ്, അതിൽ തന്നെ ജൻസ്വരാജ് പാർട്ടിയും മജ്ലിസ് പാർട്ടിയും വലിയ തരത്തിലുള്ള പ്രശ്നം മഹാസഖ്യത്തിന് ഉണ്ടാക്കി എന്നുള്ളത്. 6 സീറ്റുകളിലാണ് അവർ ലീഡ് ചെയ്യുന്നത്. ഈ 10ൽ 6 സീറ്റുകളിലും അവരാണ് ലീഡ് ചെയ്തത്. 6 സീറ്റ് എന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. 6 സീറ്റുകളിൽ അവർ ലീഡ് മാത്രമല്ല, 6 സീറ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പുറ കിട്ടിയിട്ടുള്ള 113ൽ എത്ര സീറ്റുകൾ അവർക്ക് NDAക്ക് അനുകൂലമാകാൻ മജ്ലിസ് പാർട്ടിയും ജൻസുരാജും പണിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വോട്ട് പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതിന് ഫൈനൽ കണക്ട് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഉറപ്പായിട്ടും മഹാസഖ്യത്തിൽ തന്നെയായിരിക്കും വോട്ടിലായിരിക്കും വിള്ളലുണ്ടാക്കിയെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം സ്വാഭാവികമായും NDAയുടെ ക്യാമ്പിലേക്ക് പോകാൻ യാതൊരു സാധ്യതയുമില്ലാത്ത വോട്ടുകളാണ് സ്വാഭാവികമായും JSPയും ഒവൈസിയുടെ പാർട്ടിയും പിടിക്കുക. തീർച്ചയായും അത് ന്യൂനപക്ഷ വോട്ടുകളും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ വോട്ടുമാണ് ഈ രണ്ട് പാർട്ടികളും ലക്ഷ്യം വെച്ചത്. ജൻസുരാജ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെ ആ തരത്തിലായിരുന്നു. നിതീഷ് കുമാറിനെതിരെ വളരെ ശക്തമായി, അതായത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം വളരെ കൃത്യമായി അത് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് എന്നത് ഈ JSPയുടെ വോട്ട് 12 സീറ്റ് നില ഉയർത്തുന്നു. അതേഴ്സ് 12 സീറ്റ് നില ഉയർത്തുന്നു. അതിൽ JSP ജൻസുരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ആദ്യമായി ബീഹാറിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ നിതീഷ് ചാച്ചയ്ക്കൊപ്പം നിന്ന് വലിയ തോതിൽ രാഷ്ട്രീയം പഠിച്ച് പുറത്തേക്ക് വന്ന ജൻസുരാജ് പാർട്ടിയും പ്രശാന്ത് കിഷോറും ഈ രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് വളരെ കൃത്യമായി അവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആ വോട്ട് വളരെ കൃത്യമായി നമുക്കിപ്പോൾ ഈ ബോർഡുകളിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ജൻസുരാജ് പാർട്ടി മഹാസഖ്യത്തിന് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് വളരെ കൃത്യമാണ്. അതായത് ഭരണവിരുദ്ധ വികാരത്തിന് മറികടക്കാൻ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്പ്ലിറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 113-76-12 ഇനി കുറച്ച് ഒരു മന്ദഗതിയിലാണെന്ന് തോന്നുന്നു. 113-76-12 അങ്ങനെ നിൽക്കുകയാണ്. കൂടുതൽ റിസൾട്ടുകൾ വരേണ്ടതുണ്ട്. പക്ഷേ സ്വാഭാവികമായും വലിയൊരു മുന്നേറ്റമാണ് ട്രെൻഡ്. നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ട്രെൻഡ് ഉണ്ടെന്ന് നമുക്ക് പറയാല്ലേ. 113 സീറ്റ് എന്ന് പറയുമ്പോൾ വലിയൊരു വിശ്വാസം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ EVMകളുടെ ഫലങ്ങൾ വീണ്ടും കൂടി 114-80-12 സീറ്റുകളിലേക്ക് മഹാസഖ്യം ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.